ബി- അറിവ് അമൂല്യമാണ്. വിജ്ഞാനം സമൂഹത്തെ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. ഭൗതിക വിജ്ഞാനത്തോടൊപ്പം തന്നെ ആത്മീയതയിലൂന്നിയ പാഠ്യപദ്ധതിയിലൂടെയും പുതുതലമുറയിലേക്ക് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തെയും ചരിത്രത്തെയും സംസ്കാരത്തെയും പകർന്നു നൽകുവാൻ സാധിക്കും. അത്തരം കാഴ്ചപ്പാടോടുകൂടി ഒരു കൂട്ടം ദീനീ സ്നേഹികൾ കാസർഗോഡ് ജില്ലയിലെ ബദിയടുക്കയിൽ ആരംഭിച്ച മഹത്തായ സ്ഥാപനമാണ് കണ്ണിയത്ത് ഉസ്താദ് ഇസ്ലാമിക് അക്കാദമി. കണ്ണീയത്തോരെ കണ്ടാലുമെന്നും മായാത്ത പോലെ നിറയുന്നു ജീവിത വിശുദ്ധിയുടെ അടയാളപ്പെടുത്തലുമായി മലയാളക്കരയുടെ ആത്മീയ കാരണവരായി ജീവിച്ച മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ നാമധേയത്തിൽ നിലകൊള്ളുന്ന സ്ഥാപനം കണ്ണിയത്ത് ഉസ്താദ് ഇസ്ലാമിക് അക്കാദമി. ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർക്ക് ആവശ്യമായ മത ഭൗതിക സമന്വയമാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. അവർ 10 കൊല്ലം ഇവിടെ പഠിച്ചിട്ടാണ് പിന്നെ പുറത്തോട്ട് പോകുന്നത്. കണ്ണിയത്തിൽ എന്ത് നടക്കുന്നു, എന്ത് സംഭവിക്കുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പ്രസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ നിരത്തി വെക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മലയോര മേഖലയാണ് ബദിയടുക്ക. ഈ പിന്നോക്കാവസ്ഥ തിരിച്ചറിഞ്ഞ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്നത്. മൺമറഞ്ഞുപോയ മഹാനായ CM ഉസ്താദാണ് ഇതിന് തുടക്കം കുറിച്ചത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ദീർഘകാലത്തെ പ്രസിഡന്റും അതിൻ്റെ വലിയ നേതാവുമായിരുന്ന ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ മഹാനവറുകളുടെ നാമധേയത്തിലാണ് ഈ സ്ഥാപനം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവരുടെ എല്ലാവിധ മദതും സഹായവും ഈ സ്ഥാപനവുമായി ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ഏറെ അനിവാര്യമായ സമന്വയ വിദ്യാഭ്യാസം, അതിനുവേണ്ടി 7ാം ക്ലാസ് സ്കൂളും മദ്രസയും കഴിഞ്ഞ കുട്ടികളെയാണ് ഇവിടെ 1ാം ക്ലാസ്സിലായി പ്രവേശിപ്പിക്കുകയും അവർക്ക് 10 കൊല്ലത്തെ മതപരമായ പഠനവും അതുപോലെ തന്നെ ഭൗതികമായ പഠനവും നൽകിയും കൊണ്ട് അവരെ സമൂഹത്തിന് സമുദായത്തിന് ഉത്തമരായ ഒരു മാതൃകാ പുരുഷന്മാരായി സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. പൗരപ്രമുഖനായ കോട്ട അബ്ദുൾ റഹ്മാൻ ഹാജി സൗജന്യമായി നൽകിയ സ്ഥലത്ത് 2009 ജൂലൈ 17 സമസ്ത വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റായിരുന്ന TKM ബാബ മുസ്ലിയാരുടെ കരങ്ങളാലാണ് ശിലാസ്ഥാപനം നടത്തിയത്. 2013 ഓഗസ്റ്റ് 18 ദഅവ കോളേജ് ആരംഭിക്കുന്നത്. ഇപ്പോൾ 10 ബാച്ചുകളിലായി 100-ലധികം വിദ്യാർത്ഥികൾ കണ്ണിയത്ത് ഉസ്താദ് ഇസ്ലാമിക് അക്കാദമിയിൽ താമസിച്ച് പഠിക്കുന്നുണ്ട്. ഈ പ്രദേശത്തിന് ആത്മീയ വെളിച്ചം നൽകുന്ന ഒരു കേന്ദ്രമായി നമ്മുടെ മഹത്തായ കണ്ണിയത്ത് ഉസ്താദ് ഇസ്ലാമിക് അക്കാദമി മാറേണ്ടതുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ മഹത്തായ സ്ഥാപനത്തെ വളരെ ഉന്നതമായൊരു ദീനീ കലാലയമാക്കി നമ്മുടെ ഈ ഉത്തര കേരളത്തിൻ്റെ അഭിമാന സ്തംഭമായ ഒരു സ്ഥാപനമാക്കി പടുത്തുയർത്തേണ്ടതുണ്ട്. പഠനം, താമസം, ഭക്ഷണം എല്ലാം സൗജന്യമായി നൽകുന്ന സ്ഥാപനത്തിൽ മതവിഷയങ്ങളിൽ മുത്തവ്വർ ബിരുദവും ഭൗതിക തലത്തിൽ SSLC, +2, UGC അംഗീകൃത ഡിഗ്രി എന്ന രീതിയിലാണ് സിലബസ് ക്രമീകരിച്ചിട്ടുള്ളത്. സമസ്ത കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് അന്നത്തെ പ്രസിഡൻ്റായിരുന്ന മർഹൂം ഖാലി CM ഉസ്താദിൻ്റെ നേരിൽ കണ്ട് ഇതിൻ്റെ ആധാരം ഏൽപ്പിക്കുകയും തുടർന്ന് സമസ്ത ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മഹത്തായ സ്ഥാപനത്തിന് ശിലാസ്ഥാപനം നിർവഹിക്കപ്പെട്ടു. പ്രത്യേകിച്ച് കണ്ണിയത്ത് ഉസ്താദിൻ്റെ നാമം നൽകാനുള്ള കാരണം കണ്ണിയത്ത് ഉസ്താദ് സമസ്തയുടെ ദീർഘകാല പ്രസിഡൻ്റായിരുന്നു. സമസ്ത സ്ഥാപിച്ചത് മുതൽ അതിലംഗമായിരുന്നു. എന്നിട്ടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉസ്താദിൻ്റെ പേരിൽ ഒരു സ്ഥാപനം കാണാൻ കഴിയില്ല. അപ്പോൾ CM ഉസ്താദിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടി പറഞ്ഞു, ഉസ്താദിൻ്റെ പേരിൽ ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് പ്രയാസം വരില്ല, അത് ആ സ്ഥാപനം മുന്നോട്ട് കുതിക്കുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറയുകയും ഉസ്താദ് നാമം നൽകുകയും ചെയ്തു. അറബി, ഇംഗ്ലീഷ്, ഉറുദു ഭാഷകളിൽ പ്രാവീണ്യവും നൽകി എഴുത്ത്, പ്രസംഗം തുടങ്ങി സർഗവൈഭവമുള്ളവരാക്കി വളർത്തി പുതിയ കാലത്തോട് സംവദിക്കാനുള്ള കരുത്തു നൽകലും കൂടിയാണ്
സ്ഥാപനത്തിന്റെ ലക്ഷ്യം. 10 വർഷത്തെ മതഭൗതിക സമന്വയ പഠനത്തിന് ശേഷം മൗലവി ഫാസിൽ റയീസി ബിരുദവും നൽകിയാണ് വിദ്യാർത്ഥികളെ സമൂഹത്തിലേക്ക് കൈപിടിച്ചു നടത്തുന്നത്. ഈ ക്യാമ്പസിൻ്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അക്കാദമിക് നിലവാരം ഇതിനേക്കാൾ ഉയർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മിഷൻ 25 എന്ന മഹത്തായ ഒരു ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നത്. സാധാരണക്കാർ മുതൽ പണക്കാർ വരെയുള്ള ആളുകളെ കണ്യത്ത് ഉസ്താദ് ഇസ്ലാമിക് അക്കാദമിയുടെ ഭാഗമാക്കി മാറ്റാനാണ് മിഷൻ 25ലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയിലെയും തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ മഹല്ലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് 100 രൂപ മാസവരിസംഖ്യ തരുന്ന 3000 ആൾക്കാരെ വരിക്കാറാക്കുക എന്ന ഒരു പദ്ധതിക്ക് മഹാനായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ വെളിഞ്ച ജമാഅത്തിൽ 50 പേരെ വരിക്കാറാക്കിക്കൊണ്ട് തുടക്കം കുറിച്ചിരിക്കുകയാണ്. സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്ത 313 ചലഞ്ചിൻ്റെ പ്രവർത്തനം അതിൻ്റെ ക്യാമ്പയിൻ കൂടി നടക്കുകയാണ്. ഇവിടെ മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ പുതിയൊരു ബ്ലോക്ക് ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ആ ബ്ലോക്കിൽ നമ്മുടെ എല്ലാവരുടെയും സ്നേഹനിധിയായ നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയ മർഹൂം CM ഉസ്താദിൻ്റെ നാമധേയത്തിൽ ഒരു വലിയ ആധുനിക രീതിയിലുള്ള ലൈബ്രറിക്കും തുടക്കം കുറിക്കാൻ വേണ്ടി പോവുകയാണ്. 10ാം വർഷത്തിലേക്ക് കടക്കുന്ന സ്ഥാപനം ഇപ്പോൾ മിഷൻ 25 എന്ന ബൃഹത്തായ കർമ്മ പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ദഅ്വ കോളേജിന് പുറമെ പല പദ്ധതികളും സ്ഥാപനത്തിന്റെ സ്വപ്നങ്ങളാണ്. പുതിയ കെട്ടിടങ്ങൾ, മികവുറ്റ ലൈബ്രറി സംവിധാനം, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, മെച്ചപ്പെട്ട ഹോസ്റ്റൽ സംവിധാനം എന്നിവയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ബാപ്പാലിപ്പൊനത്ത് വിമൻസ് കോളേജ് സ്ഥാപിക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ നാട്ടിലും വിദേശത്തുമുള്ള ഉദാരമതികളായ ദീനീ സ്നേഹികളുടെ അകമഴിഞ്ഞ പിന്തുണയും സഹകരണവുമാണ് ഏക ആശ്രയം. ഏതൊരു സ്ഥാപനം വളരണമെങ്കിൽ സാമ്പത്തികം അനിവാര്യമാണ്. ദീനീ സ്നേഹികളിൽ നിന്നും പണം സ്വരൂപിക്കാനാണ് വിഷൻ 25 ക്യാമ്പയിനിലൂടെ തീരുമാനിച്ചിരിക്കുന്നത്. അധ്യാപകരുടെ വേതനവും വിദ്യാർത്ഥികളുടെ പഠന, ഭക്ഷണ, താമസ ചിലവുമടക്കം ഓരോ ദിവസവും ഭാരിച്ച ചിലവുകൾ സ്ഥാപനത്തിനുണ്ട്. സ്ഥിരമായ യാതൊരു വരുമാന മാർഗവും സ്ഥാപനത്തിനില്ല. ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് 100 രൂപ തരാൻ കഴിവില്ലാത്ത ആളുകൾ ഇവിടുത്തെ ഡൊണേഷൻ ബോക്സ് കൊണ്ടുപോയി നിങ്ങളുടെ വീടിൽ വെക്കണം. 100 രൂപയിൽ ഉപരി തരാൻ പറ്റുന്ന ആളുകൾ ഇവിടുത്തെ ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഒരു സ്ക്വയർ ഫീറ്റിനെങ്കിലും പങ്കാളിയാവുക. ഒരു ക്ലാസ് മുറി തരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ 5 ലക്ഷം രൂപ തന്നുകൊണ്ട് അതിൽ പങ്കാളിയാവുക. അവ സാധാരണക്കാർ മുതൽ സമ്പന്നരായ ആളുകൾക്ക് വരെ പങ്കാളിയാവാൻ പറ്റുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണ് മിഷൻ 25. ഓരോ കരങ്ങളും ഈ പദ്ധതി ഏറ്റെടുക്കേണ്ടതുണ്ട്. വൈജ്ഞാനികമായി പിന്നോക്കമുള്ള മണ്ണെന്ന അപകർഷതയെ നമുക്ക് തിരുത്തേണ്ടതുണ്ട്. പണ്ഡിത കുലപതിയായി നമ്മുടെ മുന്നിൽ ജീവിച്ചു മൺമറഞ്ഞു പോയ കണ്യത്ത് ഉസ്താദിനെ സ്നേഹിക്കുന്നവർ ഈ സ്ഥാപനത്തെ ഉയർച്ചയുടെ പടവുകളിലേക്ക് കൈപിടിച്ചു നടത്തുമെന്നുറപ്പുണ്ട്. നമുക്ക് കൈകോർക്കാം ഒരു വലിയ വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ വളർച്ചയ്ക്കായി. പ്രഭയേറും ശോഭ വരഇന്റെ നേതാ കണ്ണീയത്തോ